അങ്ങനെ യു ഡി എഫിൻ്റെ നയപ്രഖ്യാപനം അവസാനിച്ചിരിക്കുന്ന വേളയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വലിയ രീതിയിലാണ് യു ഡി എഫിനെ വിമർശിക്കുന്നത്. ഈ നയപ്രഖ്യാപനത്തിൽ ആ, പുതുയുഗ പുതുയുഗത്തിനുള്ള റൂട്ട് മാപ്പുകളൊന്നും കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ആ, ഇത് പാളി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അദ്ദേഹം ഉദ്ദേശിക്കുന്ന പുതുയുഗത്തിനുള്ള ഒരു റൂട്ട് മാപ്പും ഇതിലുണ്ടാവില്ല. കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്ന പുതുയുഗം എന്ന് പറയുന്നത് പുതിയ കാറ് മേടിക്കുന്നതാണ്, പുതിയ വീട് മേടിക്കുന്നതാണ്, ഈ പറയുന്ന ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതാണ്. ഇങ്ങനെ കുറേ പുതുയുഗത്തിൻ്റെ ആളാണ് പുള്ളി. ഓരോ മാസവും പുതിയ കാറുകൾ വരുന്നത് നോക്കിയിരുന്ന് അത് മേടിക്കുക. ഇപ്പോൾ എനിക്കൊന്നും ദേശാഭിമാനിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുത്തിക്കൊണ്ടിരുന്നത്. അത് ഈ മറ്റേ മെട്രോ എന്നൊക്കെ പറയുന്ന കാർ മാഗസിനുകളുണ്ടല്ലോ, അങ്ങനെയുള്ളതാണ്. അത് നോക്കി വായിക്കുക, ഇന്ന് ഇത് വന്നു എന്നാൽ ഇത് ഓർഡർ ചെയ്തേക്കാം എന്ന് പറയുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതുയുഗം. ഞങ്ങളെ സംബന്ധിച്ച് എന്താ ഞങ്ങളുടെ പുതുയുഗം? ഈ മുഖ്യമന്ത്രിയുടെ അനാവശ്യമായി 30-32 വണ്ടിയും 6 കാറും നടുക്കൊരു ബോറ് കാറുമായി പോയിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ്റെ വാഹന വ്യൂഹം ഞങ്ങൾ വെട്ടിക്കുറച്ചു. 2 പേരും മതി മുഖ്യമന്ത്രിക്ക് എന്ന് തീരുമാനിച്ചു. മന്ത്രിമാർക്ക് ഒരു പൈലറ്റ് വാഹനമേ ഉള്ളൂ. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു വഴിയും തടഞ്ഞുകൊണ്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും യാത്ര ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇതൊരു പുതുയുഗമാണ്. ഇതൊരു മുമ്പോട്ട് വെക്കുന്ന ഒരു ന്യൂ എറയുടെ ഭാഗമാണ്. അതൊരു അപ്രോച്ചബിലിറ്റിയുടെ ഭാഗമാണ്. ഇനി സെക്രട്ടേറിയറ്റിലെ സമരവാതിൽ ഞങ്ങൾ തുറന്നു. അതുവഴി ആർക്ക് വേണേലും വരാം, സമരം ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ജനവ്യൂഹമാണ്, മന്ത്രിമാരുടെ അടുത്ത് ആർക്കും സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാം. അതിൻ്റെ ദോഷങ്ങളും ഉണ്ട് കേട്ടോ. ആ ദോഷങ്ങൾ യു ഡി എഫ് കാലത്ത് എപ്പോഴും നമ്മൾ അനുഭവിക്കാറുണ്ട്. ചിലപ്പോൾ ചില അവതാരങ്ങൾ അവർ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് മന്ത്രിമാരും നേതാക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. മിനിഞ്ഞാന്ന് വരെ 10 വർഷക്കാലം മിണ്ടാതിരുന്നവർ ഒരു പുതിയ തരം ആൾക്കാരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഭാഗത്ത്. അത് സ്വയം വിമർശനമാണ്. സെക്രട്ടേറിയറ്റ് ഭാഗത്ത് 10 വർഷമായിട്ട് സ്വന്തം പാർട്ടിയിലുള്ള ചില ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ, പാർട്ടിയിലുള്ളവരല്ല ഞാൻ പറയാം. അതായത് 10 വർഷക്കാലമായിട്ട് മിസ്സിംഗ് ആയിരുന്ന ചില ജീവികളെ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അവരെപ്പോഴും പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ് ആണ്, ഞങ്ങളും കോൺഗ്രസ് ആണ്, ഞങ്ങളും കോൺഗ്രസ് ആണ്. ഇവർ ഈ 10 വർഷക്കാലം കഴിഞ്ഞ സർക്കാരിനെതിരെ സമരം ചെയ്യാത്തവരാണ്. ഒരു മീഡിയയിലും, ഇപ്പോൾ മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഫേസ്ബുക്കിൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ വിമർശിക്കാത്തവരാണ്. അവരെല്ലാം ഞങ്ങളും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് വെള്ളമൊക്കെ കുളിച്ച് സീമള കുട്ടപ്പന്മാരായി സെക്രട്ടേറിയറ്റിൻ്റെ പടിവാതിക്കൽ കാണുന്നുണ്ട്. അവരെ നിലയ്ക്ക് നിർത്തേണ്ടതും അകറ്റി നിർത്തേണ്ടതും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പിണറായി വിജയനേക്കാൾ ആക്സസിബിൾ ആവുകയാണ് ഏത്? വി ഡി സതീശനും മന്ത്രിമാരും. നല്ലൊരു കാര്യമാണ്. ജനങ്ങൾക്ക് കൂടുതൽ അപ്രോച്ചബിൾ ആവുന്ന, വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ PS ആണെങ്കിലും മതിയെന്നേ, ഫോൺ എടുത്ത് കാര്യങ്ങൾ നടക്കണമെന്നുള്ളതാണ്. ആ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന മന്ത്രിമാരുണ്ടാവുന്നത് വലിയ കാര്യമാണ്. ഇനി ഞങ്ങൾ ഈ നവയുഗ യാത്രയോ ഒരു യാത്ര, നവകേരള യാത്ര, അങ്ങനെ യാത്ര നടത്തി നാട്ടിലുള്ള എല്ലാവരെയും തല്ലി വീട്ടിൽ കയറ്റുകയോ അല്ലെങ്കിൽ കശുവണ്ടിയും ക്രിസ്മസ് മാത്രമേ കഴിക്കത്തുള്ളൂ അത് കൊണ്ടുപോകാ എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറിയെ തെറിവിളിക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ നവയുഗത്തിൻ്റെ ഭാഗമാണ്. പിന്നെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചില്ല. ഇപ്പോൾ ആദ്യ ദിവസം തന്നെ കേന്ദ്രത്തെ വിമർശിക്കണം എന്നൊന്നും എല്ലാ നയപ്രഖ്യാപനത്തിലും ഇല്ല. നമ്മൾ എഴുതി കൊടുക്കുന്ന അതേപടി ലോക് ഭവൻ വായിക്കണമെന്നില്ല. ലോക് ഭവൻ അതിൽ ചില തിരുത്തലുകൾ വരുത്തും. പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏത് നയപ്രഖ്യാപനത്തിലാണ് കേന്ദ്രത്തെ വിമർശിച്ചെന്ന് പറയാമോ? ഒരിടത്ത് പോലും ഇല്ല. ഇവർ വെളിയിറങ്ങി ഇത് പ്രസംഗിക്കുന്നു എന്നുള്ളത്. പിന്നെ എനിക്കൊരു സന്തോഷം, ഇന്ന് ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടു. അവിടെ ഇരുന്ന് അദ്ദേഹം ചിരിക്കുന്നു. അപ്പോൾ അതൊരു പുതുയുഗമല്ലേ? അത് തന്നെ ഒരു പുതുയുഗമാണ്. നോക്കൂ, UDF കൊണ്ടുവന്ന ഒരു ചേഞ്ചിൽ പിണറായി വിജയനും ചേഞ്ച് ഉണ്ടായി. അദ്ദേഹം ചിരിക്കുന്ന മുഖ്യമന്ത്രി മാത്രമല്ല, ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവും ഉണ്ടായി. ഇത്രയും കാലം അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലൂടെ. ഇന്ന് അദ്ദേഹം ചിരിക്കുന്നത് നമ്മൾ കണ്ടു. പിണറായി വിജയൻ വലിയ കാര്യമല്ലേ, സന്തോഷമല്ലേ? അപ്പോൾ പിണറായി വിജയൻ ചിരിക്കുന്നു, പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. ഇതൊക്കെ മാറ്റത്തിൻ്റെ തുടക്കമാണെന്നേ. അത് നല്ല കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുക. അല്ല, ഇതിനകത്ത് മറ്റുള്ള കാര്യം എന്ന് വെച്ചപ്പം മുൻ മന്ത്രിസഭ കൊണ്ടുവന്നുള്ള കുടുംബശ്രീ അല്ലെങ്കിൽ കിഫ്ബി ഇത്തരത്തിലുള്ള പദ്ധതികളെ UDF തുറന്നു കാട്ടുന്നില്ല എന്നുള്ള ഒരു വിമർശനം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. അതിനെ എങ്ങനെ കാണുന്നു? അല്ല, ഈ പറയുന്ന ലൈഫ് മിഷൻ എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ വലിയ അഴിമതിയൊക്കെ ഉണ്ട്. അത് പോട്ടെ. ഈ ലൈഫ് മിഷൻ ആവശ്യമില്ല. കാരണം എന്താ? പണ്ട് വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ വിചാരിച്ചാൽ വീട് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് ലൈഫ് മിഷൻ്റെ എംപ്ലോയീസ് വേണം, അതിൻ്റെ ഉദ്യോഗസ്ഥർ വരണം. ഏത് ഉദ്യോഗസ്ഥരാണെന്ന് പറയാം. അപ്പം എൻ്റെ നാട് കോട്ടയം കാഞ്ഞിരപ്പള്ളി പാറത്തോട്ടില്ല. അവിടുത്തെ ലൈഫ് മിഷൻ്റെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഇത് തീരുമാനം എടുക്കുന്നവൻ ചിലപ്പം കോഴിക്കോട് കിടക്കുന്നവനായിരിക്കും. അവൻ അവിടുത്തെ രാമൻ ചേട്ടനെയോ അവറാച്ചൻ ചേട്ടനെയോ മുസ്തഫയ്ക്കയോ ഒന്നും അറിയണമെന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ അറിയണമെന്നില്ല, വീട്ടിലെ പ്രതിസന്ധി അറിയണമെന്നില്ല. അത് അറിയുന്നത് ആർക്കാ? വാർഡ് മെമ്പർമാർക്കാണ്, പ്രാദേശികമായിട്ട്. അപ്പോൾ അവർക്ക് കൂടി ഒരു കൺട്രോളുള്ള, അവർക്ക് കൂടി സേ ഉള്ള ഒരു സംവിധാനം ഉണ്ടാവണം. 1. 2, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾ കൊടുത്തത് ഏതാണ്ട് 5 ലക്ഷത്തിൽ പരം വീടുകളാണ്. 5 ലക്ഷത്തിൽ പരം വീടുകൾ. അതിന് കൃത്യമായ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നിയമസഭാ രേഖകളിലുണ്ട്. ഇവർ സമ്മതിക്കത്തില്ല. ഇവർ പറയും വീട് കൊടുത്തില്ല എന്ന് പറയും.
വീട് കൊടുത്ത് ഗവൺമെൻറ് നേരിട്ട് കൊടുക്കണമെന്നില്ല. SC/ST വകുപ്പിൻ്റെ വീട്, ഈ ഫിഷറീസ് വകുപ്പിൻ്റെ വീട്, ഇതെല്ലാം കൂടെ കൂട്ടിയാണെങ്കിൽ 5 ലക്ഷം വീടുകൾ. പക്ഷേ പിണറായി വിജയൻ്റെ 10 വർഷം ലൈഫ് മിഷന് കൊടുത്തത് 4.5 ലക്ഷം വീടുകളാണ്. 4,60,000 സംതിങ് വീടുകളാണ്. പക്ഷെ അപ്പോൾ SC/ST വകുപ്പിൻ്റെ വീട് കൊടുത്തിട്ടില്ല, ഫിഷറീസിൻ്റെ കൊടുത്തിട്ടില്ല. അതും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ, ഈ ലൈഫ് മിഷനിൽ കൂടെ പുതിയ വീടുകൾ വന്നു എന്ന് പറയാം. പക്ഷെ അത് വന്നില്ല. കാരണം അതുകൂടെ എല്ലാം വെട്ടിച്ചുരുക്കിയാണ് ലൈഫ് മിഷൻ എന്നൊരു പേരിട്ട് ഒരു വീട് കൊടുക്കുന്നത്. അപ്പോൾ നോക്കൂ, 5 വർഷം പിണറായി വിജയൻ കൊടുത്ത വീട് എത്രയാണ്? 2 ലക്ഷത്തി ചില്ലുവാനം വീടാണ്. 2.25 ലക്ഷം എന്ന് കൂട്ടു. പക്ഷെ 5 വർഷം UDF കൊടുത്തത് 5 ലക്ഷം വീടുകളാണ്. ഇരട്ടി വീടുകൾ. ലൈഫ് മിഷൻ എന്ന് പേരില്ലായിരുന്നു. ഇപ്പോൾ ലൈഫ് മിഷൻ എന്നൊരു പേരിൻ്റെ ആവശ്യമോ അങ്ങനെ ഒരു പുതിയ പദ്ധതിയുടെ ആവശ്യമൊന്നും. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ വാർഡ് മെമ്പർമാർ തീരുമാനിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കും വാർഡ് മെമ്പർ. അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറില്ലേ? അല്ല, വാർഡ് മെമ്പർമാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ പണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഗ്രാമസഭകൾ ചേർന്ന് അവിടെ ഈ ആവശ്യമുള്ളവരെ അവരവരുടെ കാര്യം പറയുന്നു. അവിടെ നിന്ന് പിന്നീട് ഗ്രാമസഭ തീരുമാനിച്ച ഒരാൾക്ക് വീട് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അത്തരം പദ്ധതികൾ നല്ലതാണ്. അവിടെ വാർഡ് മെമ്പർമാർക്കും കൂടി ഒരു ശ്രേയം ഉണ്ടാവണം. ഇപ്പോഴും അതൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർക്ക് അനാവശ്യമായി കൈകടത്താൻ പറ്റുന്നു. ലൈഫ് മിഷനിൽ നിരന്തരമായി അപേക്ഷിച്ചവർക്ക് ഇപ്പോഴും വീട് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തതിൻ്റെ പാതി വീടേ പിണറായി വിജയൻ്റെ കാലത്ത് കൊടുത്തിട്ടുള്ളൂ. അതാണ് കണക്ക്. ഇവർ ഈ ഇപ്പം എൻ്റെ സുഹൃത്ത് അരുൺകുമാറും ഈ നമ്മുടെ വസീഫും ഒക്കെ ചർച്ചയിൽ വന്നിരുന്ന് ഞാനൊക്കെ ഇപ്പുറത്തിരിക്കും തർക്കിക്കും, ഇത് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഈ കണക്കെടുത്ത് പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല. കാര്യം ഇവർ ഗീവൽസ്യൻ തന്ത്രമാണ്. ഒരു കള്ളം 10 തവണ പറഞ്ഞാൽ വീണ്ടും പറഞ്ഞാൽ സത്യമാണ്. അപ്പം ജനത്തിന് തോന്നും ഇവർ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷേ എവിടെ പറ്റുന്നതെന്ന് അറിയാം, ഇപ്പം എൻ്റെയോ രാഹുലിൻ്റെ ഒന്നും ചെറുപ്പകാലം പോലെയല്ല. ഇപ്പം നമ്മുടെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. കമ്പാരിസൺ ചോദിച്ചാൽ മതി. UDF എറ എത്ര വീട് കൊടുത്തു കൃത്യം അറിയാം. LDF എറയിൽ എത്ര വീട് കൊടുത്തു കൃത്യം അറിയാം. കമ്പയർ ചെയ്യാൻ ഒരുപാടുമില്ല. AI കാലമാണ്. ആരെയാണ് ഇവർ ഈ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത്? അപ്പോൾ വീട് കൊടുക്കാൻ ഒരു പ്രത്യേക പദ്ധതിയുടെ ആവശ്യവും ഇല്ല. അവിടെ ഞങ്ങൾക്ക് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. ആ പ്ലാനുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഒന്ന് ലൈഫ് മിഷനുമായിട്ട് വന്നത്. 2 ഏതാണ് അദ്ദേഹം വിമർശിക്കുന്നത്? കുടുംബശ്രീയിൽ LDFൻ്റെ ഒരു അനാവശ്യ കടന്നുകയറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ജനശ്രീ പദ്ധതിയുമായിട്ട് അന്നത്തെ UDF ഗവൺമെൻറ് വരുന്നത്. പക്ഷേ കുടുംബശ്രീ ആരാണ് പറഞ്ഞത്? കുടുംബശ്രീയിൽ മുഴുവൻ LDFകാരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. കുടുംബശ്രീ മുഴുവൻ LDF ആണെന്ന് പറഞ്ഞ് നമ്മൾ അത് കൊണ്ടുപോയി LDFന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ വന്ദേ മാതരം BJPയുടെ അന്ന് ആരാ പറഞ്ഞത്? ഇപ്പോൾ വന്ദേ മാതരം പാടുന്നതിന് വലിയ പ്രശ്നമാണ്. അല്ല, ഇന്നും ഉണ്ടായിരുന്നു, വലിയ വിവാദം ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ വിവാദം? എന്തിനാണ് ഈ വന്ദേ മാതരം കൊണ്ട് BJPക്ക് കൊടുക്കുന്നത്? വന്ദേ മാതരം BJPയുടെ ആക്കി ഒരു കാര്യം ഞാൻ പറയാം. രാഹുൽ ഈ വന്ദേ മാതരം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. രാഹുൽ സമ്മതിച്ചേ. സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയാണ് RSSന് പങ്ക്? അവർ ആ മൂലയ്ക്ക് പോലും ഉണ്ടായിരുന്നില്ല. ചായ മേടിച്ചു കൊടുക്കാൻ പോലും വന്നിട്ടില്ല. അപ്പോൾ അവരുടേതായി എങ്ങനെയാണ് വന്ദേ മാതരം മാറുന്നത്? അവരുടെ ആക്കാൻ നടത്തുന്ന ശ്രമത്തെ നമ്മൾ ചെറുക്കേണ്ടത് അത് നമ്മുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. വന്ദേ മാതരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാട്ടാണ് വന്ദേ മാതരം. അതാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ അതിൽ 2-3 പ്രശ്നമുണ്ട്. 1-2 സ്റ്റാൻസുകളിലാണ് പ്രശ്നം. അത് നാഷണൽ കോൺഗ്രസിൻ്റെ വിവിധ യോഗങ്ങൾ തന്നെ ഗാന്ധി അടക്കം ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഈ ഒരു 8 വരികൾക്ക് ശേഷം ദുർഗാസ്തുതി വരുന്നുണ്ട്. ദുർഗാസ്തുതി അവിടെയാണ് കോൺട്രവേഴ്സി. ഈ ദുർഗാസ്തുതി പാടേണ്ട കാര്യമുണ്ടോ പബ്ലിക് ഫംഗ്ഷനുകളിൽ? കാര്യം എന്ന് വെച്ചാൽ ദുർഗ ഒരു ഹൈന്ദവ ദേവിയാണ്. അപ്പം ആ ഹൈന്ദവ ദേവിയായ ദുർഗയുടെ പാട്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന അല്ലെങ്കിൽ സെക്യുലറായ ഒരു സ്ഥലത്ത് പാടേണ്ട കാര്യമുണ്ടോ? ഔദ്യോഗികമാക്കണമെന്നുള്ളതാണ് പ്രശ്നം. ഇതിപ്പോൾ ദുർഗാസ്തുതി പാടിയില്ല, 8 സ്റ്റാൻസേ പാടിയിട്ടുള്ളൂ. ആ 8 സ്റ്റാൻസ പാടുന്നിടത്ത് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ബാക്കി സ്റ്റാൻസ പാടിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വിഷയം. ഇപ്പോൾ ആദ്യമായിട്ട് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് മുഴുവൻ പാടിയിരുന്നു, ഇപ്പോൾ മുഴുവൻ പാടിയില്ല. അതാണ് ഇപ്പോഴത്തെ പുതിയ വിവാദം. 2 കാര്യം. ഒന്ന്, ആദ്യം ഈ പാട്ട് പാടുന്ന സമയത്ത് എണീറ്റ് നിന്നവരിൽ ഒരാൾ പിണറായി വിജയനാണ്. ഇത് ദുർഗാസ്തുതി പാടുന്ന സമയത്തും ഇത് ദുർഗാസ്തുതിയാണ്, എന്നാൽ പിന്നെ ഇത് വേണ്ട, ഇതിൻ്റെ അകത്ത് നമ്മുടെ പാർട്ടിക്ക് നയമുണ്ട് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഇരുന്നില്ലല്ലോ. ഇരുന്നോ? ഇല്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇരുന്നോ? ഇല്ല. MA ബേബി ഇരുന്നോ? ഇല്ല. അവരെല്ലാം കേട്ട് ആസ്വദിച്ചിട്ട് പോയവരാണല്ലോ. അതിൻ്റെ അകത്ത് വിമർശനം അന്ന് ഉന്നയിച്ചില്ലല്ലോ. ഒന്ന്, ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് ലോക്ഭവനാണ്. അത് പിണറായി വിജയനും കൂട്ടർക്കും അറിയാവുന്ന എനിക്കറിയില്ല. അദ്ദേഹം സത്യപ്രതിജ്ഞ ഏതാണല്ലേ. അതിൽ ലോക്ഭവൻ, അതായത് ഗവർണറിൻ്റെ ഓഫീസിന് വലിയ റോളുണ്ട്. അവരാണ് CMOയായിട്ട് ആലോചിക്കുമെങ്കിലും പൂർണ്ണമായും കാര്യം അതിൻ്റെ ആതിഥേയരവരാണ്. ലോക്ഭവനാണ്.
അപ്പോൾ ലോക്ഭവനാണ് ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ CMO ഓഫീസ് ശ്രദ്ധിച്ചിട്ടുണ്ട്, വന്ദേ മാതരം ഉണ്ട് എന്നായിരിക്കും എഴുതുക, അല്ലാതെ വന്ദേ മാതരത്തിൻ്റെ ഫുൾ സ്റ്റാൻസ് ആണ് ബ്രാക്കറ്റിലൊന്നും എഴുതിയിടില്ല. വന്ദേ മാതരം, ആ വന്ദേ മാതരം നമ്മൾ ചിന്തിക്കുന്നത് എന്താ, 8 ലൈൻ ഉണ്ടാവുകയുള്ളൂ എന്നാണല്ലോ ചിന്തിക്കുക. അടുത്ത ഈ വിവാദപരമായ, വിവാദം എന്ന് പറയാനില്ല, അതിൽ ദുർഗാസ്തുതി ഉണ്ടെന്നുള്ള, വിവാദം എന്ന് പറയുമ്പം കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇതിൽ എന്താ പ്രശ്നമെന്ന് മാധ്യമങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ വിവാദങ്ങളൊക്കെ. അല്ല, ഇതെന്നറിയോ, ഈ വന്ദേ മാതരത്തിൽ വിവാദം എന്ന് പറയുമ്പം മനസ്സിലാവാത്ത ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കും ഇത് RSSന്റെ മറ്റേ ചാൻഡ് ഉണ്ടല്ലോ, ഈ RSS ഗാനമാണ് എന്ന് ചിന്തിക്കുന്ന. എന്നോട് തന്നെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഇത് RSSന്റെ പാട്ടല്ലേ? അങ്ങനെ RSSന്റെ പാട്ടാണ് വന്നത്. ഇതിൽ ആകെപ്പാടെ ഒരു വിവാദമുള്ളൂ, ആ വിവാദം ദുർഗാസ്തുതി ഉണ്ട് എന്നുള്ളതാണ്. ദുർഗാസ്തുതി പാടണോ വേണ്ടയോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്, രാഹുൽ ഹിന്ദു വിശ്വാസിയാണ്. ചിലപ്പോൾ രാഹുലിന് ദുർഗാസ്തുതിയോടെ പാടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ മറ്റൊരു ക്രിസ്ത്യൻ വിശ്വാസിക്കോ മുസ്ലിം വിശ്വാസിക്കോ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം അല്ലേ, ഇവിടെ എന്തിനാ വേറൊരു ദൈവത്തിൻ്റെ പാട്ട് വരുന്നത് എന്നുള്ള ചിന്ത വരാം. അതുകൊണ്ടാണ് കോൺഗ്രസ് അത് ആ ഭാഗം അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ആ ദുർഗാസ്തുതി മോശമായതുകൊണ്ടൊന്നുമില്ല. വന്ദേ മാതരത്തിലെ ദുർഗാസ്തുതിയുടെ ഭാഗം മോശം എന്നുള്ള അഭിപ്രായമൊന്നും കോൺഗ്രസിനില്ല. പക്ഷെ അത് ഒരു സെക്യുലർ സ്പേസിൽ പാടേണ്ട കാര്യമില്ല. അത് മറ്റുള്ളവർക്കും കൂടെ അരോചകമാക്കണ്ട. അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതിനെ മാനിക്കുന്നതിൻ്റെ ഭാഗമായി അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അല്ലാതെ ഇതിൽ വലിയ RSSന്റെ പാട്ടാണെന്നുള്ള വിമർശനമൊന്നുമില്ല. പക്ഷേ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേ മാതരം ഉണ്ട് എന്നായിരിക്കാം ലോക്ഭവൻ എഴുതി കൊടുത്തത്. അത് CMO ഓഫീസ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഫുൾ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇനി അവിടെ വെച്ച് പാടുമ്പോഴായിരിക്കും ചിലപ്പം VD സതീശനും പിണറായി വിജയനെ പോലെ ഇത് മുഴുവൻ പാടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ചടങ്ങിനെ ആ ഒരു സന്ദർഭത്തിൽ അലങ്കോലമാക്കണ്ട എന്ന രീതിയിലായിരിക്കും നിന്നത്. അതിനുശേഷം നമ്മൾ ഇതിൽ പ്രിക്കോഷൻ എടുത്തു. ഈ തവണയും ഫുള്ള് പാടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് അവോയ്ഡ് ചെയ്യണം എന്ന് CMO ഓഫീസ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വന്ദേ മാതരത്തിൽ കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള, കോൺഗ്രസ് ഒക്കെ പറഞ്ഞിട്ടുള്ള സെക്യുലർ സ്പേസിൽ പാടാൻ പറ്റുന്ന ഒരു സ്റ്റാൻസുകളുണ്ടല്ലോ, അത് പാടാൻ തീരുമാനിച്ചു. തെറ്റെന്താ? അതേപോലെ തന്നെ കിഫ്ബി പദ്ധതി അതും എടുത്തു പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം, അതായത് ഈ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ വെറുതെ വെള്ളാനകളാണ്. കിഫ്ബിയിലേക്ക് പൈസ വരുന്ന ഇടുന്ന, ബഡ്ജറ്റിലേക്ക് വരേണ്ട പൈസ കിഫ്ബിയിലേക്ക് ഇടുന്നു. എന്നിട്ട് കിഫ്ബി എന്ന് പദ്ധതി കൊടുക്കുന്നു. ഇത് ബഡ്ജറ്റിൽ പോയാലും പദ്ധതി നടക്കത്തില്ലേ? എന്തിനാ കിഫ്ബി എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനം? എന്തിനാ അവിടെ കുറേ വെള്ളാനകൾക്ക് പൈസ കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ രാഹുലിന് ഇവിടുന്ന് സാലറി കിട്ടുന്നു. ആ സാലറിയുടെ 20% പുതിയൊരു അക്കൗണ്ട്, രാഹുലിൻ്റെ സാലറി അക്കൗണ്ടിന് പകരം പുതിയൊരു അക്കൗണ്ട് കിഫ്ബി എന്ന് പറഞ്ഞു അതിലേക്ക് ഇടുന്നു. ഈ 2 പൈസ എടുത്ത് രാഹുൽ പച്ചക്കറിയും മീനും തന്നെയാണ് മേടിക്കുന്നതെന്ന് വെച്ചോ, വീട്ടിലേക്കുള്ള സാധനമാണല്ലോ മേടിക്കുന്നത്. അപ്പോൾ കിഫ്ബി വഴി മേടിച്ചാലും ഇതുവഴി മേടിച്ചാലും എന്താ വ്യത്യാസം ഉണ്ടാകുന്നത്? അപ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ കിഫ്ബിക്ക് വേറെ പൈസ കണ്ടെത്താൻ പറ്റണം. ഇപ്പം ഞാൻ രാഹുലിൻ്റെ എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ അല്ലാതെ വേറൊരു വരുമാനം ആ അക്കൗണ്ടിൽ കണ്ടെത്താൻ പറ്റിയാലേ ആ അക്കൗണ്ട് കൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ ഇവിടുത്തെ സാലറി മാത്രം 2 സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ട് ഒരു കാര്യമില്ല. അപ്പം ഗവൺമെൻറ് ഈ ടാക്സേതര വരുമാനം കിഫ്ബി പദ്ധതികളിലൂടെ കണ്ടെത്താൻ 10 വർഷമായിട്ട് പറ്റിയിട്ടില്ല. ടാക്സിൽ നിന്ന് ടാക്സ് നേരെ ഗവൺമെൻറ് എക്സ്ചക്കറിലേക്ക് വരുന്ന, ബഡ്ജറ്റിലേക്ക് വരുന്ന ടാക്സ് തന്നെ അവർ ഡിവൈഡ് ചെയ്ത് കിഫ്ബിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകേണ്ട കാര്യമില്ല. എന്തിനാണ് അങ്ങനെ ഒരു അതിന് കുറേ ഉദ്യോഗസ്ഥരെ വെക്കുക, ആ ഉദ്യോഗസ്ഥരുടെ പൈസ കൊടുക്കുക? എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത പരിപാടി ഉണ്ടാക്കുന്നത്? കിഫ്ബി ഇല്ലല്ലോ ഇവിടെ പദ്ധതികൾ നടക്കും. കിഫ്ബി എന്നൊരു പേരിട്ടുള്ള പദ്ധതിയുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് കിഫ്ബി അവോയ്ഡ് ചെയ്യേണ്ട വന്നാൽ അവോയ്ഡ് ചെയ്യണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. സാമ്പത്തിക വിദഗ്ധർക്ക് എല്ലാവർക്കും ഇതേ അഭിപ്രായമാണുള്ളത്. നമ്മൾ വെറുതെ ഭരണത്തിലേക്ക് വരികയല്ല. ഇതിൽ തന്നെ മറ്റൊരു വിഷയമുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ തന്നെ പറഞ്ഞു സാമ്പത്തികമായിട്ട് കുറച്ച് മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഇത്ര 5000 കോടിക്ക് മുകളിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, അവളമാത്രം വരട്ടെ എന്നിട്ട് ബാക്കി പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൊരു കാര്യം, ഈ 5000 കോടി രൂപ ലാഭമാക്കി വെച്ചിട്ടാണോ പോയത്? അല്ലല്ലോ. 5000 കോടി രൂപ മിച്ചം വെക്കാൻ ആർക്കും പറ്റും. ഇപ്പം അവിടെയാണ് CNTGയുടെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഇവരിറങ്ങിപ്പോയ മാസം കടമെടുത്തത് 15000 കോടി രൂപയാണ്. 15000 കോടി രൂപ കടമെടുത്ത മാസം 10000 കോടി രൂപ ആ മാസം ചിലവാക്കി. ബാക്കി 5000 കോടിയേ ഉള്ളൂ. പിണറായി വിജയന് 1 ലക്ഷം കോടി മിച്ചം വെച്ചിട്ട് പോകാം. ഇപ്പോൾ VD സതീശൻ സർക്കാർ ഇറങ്ങിപ്പോകുന്നു, ഞങ്ങൾ തീരുമാനിക്കുകയാണ് 1 ലക്ഷം കോടി മിച്ചം വെച്ചിട്ട് പോയേക്കാന്ന് വെച്ചാൽ 1 ലക്ഷം കോടി ആ മാസം കടമെടുത്താൽ മതി. അത് ബഡ്ജറ്റ് ഈ എക്സ്ചക്കറിൽ ഖജനാവ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോവാം. അതുപോലൊരു ഗിമ്മിക്കാണിത്. ഇത് എന്താ പറയുക, ഇത് ആഴത്തിൽ ചിന്തിച്ചില്ലെങ്കിൽ ആദ്യത്തെ ന്യൂസ് കാർഡ് കാണുമ്പം പെട്ടെന്ന് വാർത്ത കാണുമ്പോൾ ജനം ചിന്തിക്കും 5000 കോടി മിച്ചം വെച്ചിട്ടാണോ പിണറായി വിജയൻ പോയത്? 5000 കോടി മിച്ചം വെച്ചിട്ട് പോയ പിണറായി വിജയൻ ഗവൺമെൻറ് 6.5 ലക്ഷം കോടി രൂപ കടമുണ്ട്.
പിണറായിയുടെ ഗവൺമെന്റ് 10 വർഷം മുമ്പ് വരുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ കരം 1.5 ലക്ഷം കോടിയാണ്. ഇപ്പൊ 6.5 അതായത് 5 ലക്ഷം കോടി, 1-2 രൂപയല്ല, 5 ലക്ഷം കോടി ആ 10 വർഷം കൊണ്ട് ഇവർ കടമെടുത്തു. 15,000 കോടി അവസാന മാസം കടമെടുത്തു. അതിൽ 10,000 കോടി ഉപയോഗിച്ചു, ദൂർത്തടിച്ചു. അതിനുശേഷം 5,000 മിച്ചം വെച്ചു. അതിലെന്താണ് വലിയ മേന്മ പറയാനുള്ളത് എന്ന ചോദ്യമാണ്.